നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളിയിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമുക്ക് ഇന്നും ഞാൻ 2 സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ വഞ്ചിപ്പാട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഓർഡർ പറഞ്ഞിരുന്നല്ലോ. അപ്പം നമ്മളിപ്പോൾ ചെയ്ത വഞ്ചിപ്പാട്ടാണ്. വഞ്ചിപ്പാട്ട് സ്പീഡിലാണ് പാടേണ്ടതെങ്കിലും നമ്മൾ ഇവർ പഠിച്ചു വരുന്ന ആളുകളാണ്, സ്ലോയിലാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് തന്നെ എടുത്ത് ഇന്ന് തന്നെ ഇതുമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇനി ഇവർ പ്രാക്ടീസ് ചെയ്യും, ടീച്ചർ തന്നിട്ട് പ്രാക്ടീസ് ചെയ്യും. അതുപോലെ നിങ്ങളും പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടി വരാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇവരിപ്പോൾ പഠിക്കുന്നേ ഉള്ളൂ. ഇവർ സ്പീഡ് കൂട്ടി ഇത് വരും. നമുക്കിത് ഒരുമിച്ച് എല്ലാം കൂടെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പം ഞാൻ അതിൻ്റെ പാട്ട് മാത്രം എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കും. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നും ഒരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം. അതും നല്ല രസമുള്ള സ്റ്റെപ്പാണ്. നമ്മൾ ചെയ്തു നോക്കാം. ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ശരി. നമ്മുടെ ഇത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അതായത് നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്, ചെറിയൊരു ചേഞ്ച് വരും. അപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട് 1 2 3 4 പഠിച്ചിട്ടുള്ളതാണ്. അതിന് കൂടുതൽ 5 6 അവിടെ നിൽക്കുന്ന ആൾ വരും. 6 7 8 ഇവിടെ വരുന്ന ആൾക്ക് കൊടുത്തു. വീണ്ടും നമ്മൾ അവിടെ 1 അങ്ങോട്ട് കൊടുത്തു. 2 3 4 7 വരുമ്പോൾ 7 കഴിഞ്ഞ 8. അപ്പൊ ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് എളുപ്പം ചെയ്യാനുള്ളത് ഞാൻ മാറ്റിത്തരാം. ഒന്നുകൂടെ 1 2 3 4 ഓക്കെ ആണല്ലോ അല്ലേ? മനസ്സിലായല്ലോ. ഇനി 5 അടുത്ത് നിൽക്കുന്നതാണ്. 6 അടിച്ചു, കറങ്ങി വന്നു. 7 8 അടുത്ത കൊടുത്തു. വീണ്ടും ഇത് സന്തോഷം തന്നെ. 1 2 3 4 ഇവിടെ നിന്ന് 5 6 അടുത്ത വരുന്ന ആൾക്ക് കൊടുക്കുക. 5 6 നമ്മൾ കറങ്ങി 7 8 ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതാണ് സ്റ്റെപ്പ്. നമുക്ക് നോക്കാം അല്ലേ? നിങ്ങൾക്ക് ഇനി ഒന്ന് ട്രയലിന് ആവശ്യം വേണ്ടി വരുന്നു തോന്നാറുണ്ട്. കുട്ടികളെ പെട്ടെന്ന് ചെയ്യുകയായിരിക്കും. വരിക. അടിക്കണ്ട. 3 4 5 6 7 8 അപ്പൊ നമ്മൾ കൈ അടിക്കണ്ട, കൈ അടിക്കാൻ പാടില്ല. ഇതിലൊന്നും കൈ അടിക്കണ്ട. ഒന്നും ചെയ്യാം. നമ്മളിങ്ങനെ എടുക്കുന്നത് ഇങ്ങനെ എടുക്കാം. 1 എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുക്കുക. ഇങ്ങനെ മതിയോ? അതെ, ശരി. ഇനി മാറ്റാം. ചെയ്യാം. ഇത് അടിക്കരുത്. 1 2 3 4 5 6 7 8 വീണ്ടും കൊണ്ട് 1 2 3 4 5 6 7 8 ആ ചെറിയ ഒരു കൺഫ്യൂഷൻ ഒന്ന് നോട്ട് ചെയ്യാം. നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 സംശയമുണ്ടോ? ഇത് സംശയമുണ്ടോ? അപ്പൊ ഒന്നുകൂടി ചെയ്യാം. ഈ കൺഫ്യൂഷൻ നമുക്ക് കാണിച്ച് ചെയ്യാം. അതായത് ഇവിടെ എങ്ങനെയാണ് വരേണ്ടത്, ആരൊക്കെ തമ്മിലാണെന്ന് അത് പറഞ്ഞു തന്നെ ചെയ്യാം. കാണികൾക്ക് കൺഫ്യൂഷൻ തീരും. കൺഫ്യൂഷൻ വന്ന ഭാഗം നമുക്ക് ഒന്നും കൂടെ ചെയ്തു നോക്കും. ആരൊക്കെയാണ് 1 2 3 4, ആരൊക്കെയാണ് 5 6, ആരൊക്കെ 7 8. അപ്പൊ നമ്മൾ ആദ്യം 1 2 തമ്മിൽ മാത്രം 1 2 3 4 മാത്രം നമുക്ക് ചെയ്യാം അല്ലേ? അപ്പൊ 1 2 3 4 അവിടെ നിൽക്കട്ടെ. മനസ്സിലായി? ഇനി 5 6 നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ചെയ്തോളൂ. 5 6 7 കറങ്ങി വന്നു. 8 ഇങ്ങോട്ട് വന്നു. ഇനി സംശയം ഇവിടെ. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? 1
2 3 4 വീണ്ടും 5 6 7 ഇവിടെയാണ് 8 മനസ്സിലായോ? സംശയമുണ്ടോ? ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. നമ്മുടെ സംശയം തീർക്കണമല്ലോ. ഒന്ന് ചെയ്യാം. റെഡി 1 2 3 4 5 6 7 8 1 2 3 4 5 ഇവിടെ വരും 6 7 8 സംശയമില്ലല്ലോ. നന്നായിട്ട് മനസ്സിലായി അല്ലേ? ഒട്ടും സംശയമില്ല. അപ്പൊ നമ്മൾ ഇന്ന് 2 സ്റ്റെപ്പ് പഠിച്ചു. ആ 2 സ്റ്റെപ്പിന്റെ പാട്ട് പാടി നമുക്കൊന്ന് നോക്കാം അല്ലേ? ശരി നോക്കാം അല്ലേ? 1 തട്ടണ്ട 2 3 4 5 6 7 8 1 2 3 4 1 ചവിട്ടി 2 പറയില്ലേ, 3 ചവിട്ടി 4 പറയില്ലേ. ഒന്നും ശരി കുഴപ്പമില്ല. ഇങ്ങോട്ട് നമ്മൾ തമ്മിലാണ് നിങ്ങൾ ചെയ്തുക. 1 ചവിട്ടുക 1 2 3 4 അങ്ങോട്ട് 5 6 7 8 1 2 തക്കണ്ട 3 4 5 6 7 8. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 ചവിട്ടുക 2 പറയുക 3 ചവിട്ടുക 4 പറയുക. അത് നോക്കണം, അത് ശ്രദ്ധിക്കണം. ഒരു പ്രാവശ്യം നമുക്ക് ചെയ്ത് നോക്കാം. അതൊന്ന് കറക്റ്റ് ആക്കാം. സംശയം ആർക്കും ഇല്ലല്ലോ. എന്നാലും ഒന്ന് നമുക്ക് നോക്കാം. റെഡി 1 ചവിട്ടിട്ട് 2 പറയുക 3 ചവിട്ടിട്ട് 4 5 6 7 8 1 ചവിട്ടി 2 പറയുക 3 ചവിട്ടി 4 പറയുക 5 ചവിട്ടി 6 പറയുക 7 ചവിട്ടി 8 പറയുക. ഇത്രയേ ഉള്ളൂ. വലിയ വലിയ സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കും. മനസ്സിലായില്ല? സംശയമൊന്നുമില്ല. നമുക്ക് ഇത് പാട്ട് വെച്ചിട്ട് നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 6 7 8. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇനി സംശയമൊന്നുമില്ല. നമുക്ക് ഈ പാട്ട് വെച്ചിട്ട് ചെയ്തു നോക്കാം അല്ലേ? ഓക്കെ. മുഖ്യമായ പുസ്തകം രംഗം കൂടി കഷ്ടത്തിങ്കളിടുക്കിക്കൊണ്ട് പാട്ട് വന്നപ്പോ സംശയമില്ല. അപ്പൊ ആ അല്ലേ കഴിക്കും നമ്മുടെ കാല് കുറെ ഇങ്ങനെ പോയപ്പോല്ലേ ആ പാട്ട് ചെയ്യുന്നത് സ്പീഡിൽ ചെയ്തതുകൊണ്ടാണ്. സംശയം കൊണ്ട് വേഗം ഓടിത്ത് എത്താൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ. പുസ്തകം രണ്ടും കൂടി കഷ്ടത്തിങ്കൊണ്ട് പൊതിയും മുഖ്യമായ പുസ്തകം രണ്ടും കൂടി കഷ്ടത്തിങ്കൊണ്ട് അന്നേരം മനസ്സിലായി. പുസ്തകം രണ്ടും കൂടി കഷ്ടത്തിങ്കൊണ്ട് മനസ്സിലാവുന്നത് നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.